അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ അനന്തപത്മനാഭ സാറിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ സാറിന്റെ കുറച്ചുകൂടി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ സാറ് ജനിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണല്ലോ. അതെ. അപ്പോൾ പണ്ട് ചെറുപ്പകാലത്ത് കച്ചേരികളിൽ നിറയെ കേൾക്കുമായിരുന്നല്ലോ. അപ്പോൾ 1998 അവിടെ തിരുവനന്തപുരത്ത് നവരാത്രി സംഗീത മണ്ഡപത്തിൽ കച്ചേരി അവതരിപ്പിച്ചപ്പോൾ പണ്ട് ആ ചെറുപ്പകാലത്തെ ആസ്വാദകരിൽ നിന്നും വേദിയിലേക്കുള്ള ആ ഒരു സ്ഥാനക്കയറ്റത്തെ പറ്റി ഓർക്കുമ്പോൾ സാർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തം ആയിരുന്നു. ഞാൻ 15 വയസ്സ് മുതൽ ഈ കച്ചേരികൾ കേട്ടു തുടങ്ങി. 14 വയസ്സ് മുതൽ 10th പഠിക്കുന്നത്. അപ്പോൾ എല്ലാ കച്ചേരികളും ക്ലാസിക്കൽ കച്ചേരികളും എല്ലാം കേൾക്കും. അപ്പോൾ അങ്ങനെ അന്നിപ്പോൾ ടേപ്പ് റെക്കോർഡർ അങ്ങനെ യാതൊരു സൗകര്യങ്ങളും വീട്ടിലില്ലായിരുന്നു. നമ്മൾ കേൾക്കും, അത് മനസ്സിൽ തന്നെ റെക്കോർഡ് ചെയ്യും, പിന്നെ വീട്ടിൽ വന്ന് വീണയിൽ വായിച്ചു നോക്കും. അങ്ങനെയായിരുന്നു ഇത്. അങ്ങനെ എല്ലാ മഹാന്മാരുടെയും കച്ചേരികൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചെമ്മങ്കുടി സ്വാമിയുടെ, M.D. രാമനാഥൻ, K.V. നാരായണസ്വാമി, S. കല്യാണരാമൻ, ബാലചന്ദ്രൻ വീണ, M.S. ഗോപാലകൃഷ്ണൻ വയലിൻ, ഇങ്ങനെ എല്ലാ കച്ചേരി അയക്കുന്ന വെച്ചാൽ ഒരു ആവേശമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു പാഷൻ ഇല്ലയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അത്രയും മോഹിച്ചിട്ടാണ് കേട്ടിരുന്നത്. അങ്ങനെ കേട്ടതിൻ്റെ ഒരു ഗുണമായിരിക്കാം. ഒന്നുമില്ല. അതെ അതെ. അപ്പോൾ അന്നൊന്നും ഇതൊരു മൊബൈലൊന്നും ഒന്നുമില്ല. വലിയ ടേപ്പ് റെക്കോർഡറൊക്കെ ഉള്ളൂ. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ കേൾക്കും, കേട്ട് ഗ്രഹിക്കും. വെറുതെ കേൾക്കില്ല, കേട്ടത് വി വിൽ ഇംബൈബ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ സംഗീതം പഠിച്ചത് ശരിക്കും. അങ്ങനെ ഓരോരുത്തർ പാടുന്ന രാഗം അവർ അതെ ഓഫ്കോഴ്സ് അതെ. അച്ഛനാണ് എൻ്റെ ഗുരു. അച്ഛനാണ് അനന്തകൃഷ്ണയ്യർ എന്ന് പറയും. എഞ്ചിനീയറിംഗ് കോളേജിൽ, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ വിജയദശമിക്കും വീണ വായിപ്പിക്കും, വീണ അങ്ങ് വയ്ക്കും, പോവും. പിന്നെ അടുത്ത വിജയദശമിക്കേ വായിക്കുള്ളൂ. അങ്ങനെയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ 10th ക്ലാസ് കഴിഞ്ഞിട്ടാണ് സഡൻ സ്പ്രൗട്ട് എന്ന നിലയ്ക്ക് ഇങ്ങനൊരു ആവേശം, പാഷൻ മ്യൂസിക്കിലോട്ട് വന്നത്. പിന്നെ വീണ താഴെ വെച്ചിട്ടേ ഇല്ല. അങ്ങനെയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ വായിച്ചിട്ടുണ്ട് സാർ 15ാം വയസ്സിലാണ് സംഗീതമാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്. അപ്പം അങ്ങനെ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു തോട്ട് മനസ്സിലുണ്ടാവാൻ എന്താ കാരണം? സംഗീതമായിരിക്കണം ആകുമെന്ന് വിചാരിച്ചില്ല, ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. ആകുന്നുള്ള ഒരു ധാരണയില്ല. കാരണം അതാൻ പറ്റുമല്ലോ എന്ന് അറിയില്ല. പക്ഷേ സംഗീതം അതെ അതെ. മാത്സ് BSc ആയിരുന്നു. ഒരു സംഗീതം എനിക്ക് ഞാനും ഒരു സമയം വരെ വിചാരിച്ചിരുന്നത് സാറ് പണ്ട് മുതലേ മ്യൂസിക് മാത്രമാണ്, ഒരു ഗണിത ബിരുദധാരിയാണ് ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരം MG കോളേജിൽ BSc മാത്സ് പഠിച്ചത്. ഇപ്പം BSc കഴിഞ്ഞിട്ട് MScക്കും പോയില്ല. അപ്പോഴത്തേക്കും വീണേരി കമ്പം കയറിയിട്ട് അത് വർഷമായിപ്പോയി. അപ്പോൾ മ്യൂസിക് തന്നെ നമുക്ക് പ്രൊഫഷനായിട്ട് വരണേ എന്ന് ആഗ്രഹിച്ചിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്തോ ആകാൻ പറ്റി, ഈശ്വര കൃപ കൊണ്ട് ആകാൻ പറ്റി. പക്ഷെ ആകും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലായിരുന്നു. കാരണം മ്യൂസിക് ഫീൽഡിലാണ്. അതിൽ പേര് വരാനൊക്കെ വലിയ വിഷമമാണ്. സ്റ്റഫുണ്ടെങ്കിലും പേര് വരണമെന്നില്ല. ഒരു പേര് വരുന്ന അറിയപ്പെടുന്ന സ്ഥിതി വരുന്ന വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ കച്ചേരി കേട്ട് സാധനം ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. അന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ആത്മസന്തോഷത്തിന് വേണ്ടിയായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. കച്ചേരി ചെയ്യണം അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല. നമ്മുടെ സോൾസ് ഡിലൈറ്റ് എന്ന് പറയും, നമ്മുടെ ആത്മസന്തോഷം. അങ്ങനെ ആത്മസന്തോഷത്തിന് വേണ്ടി വായിച്ചിരുന്നു. കോളേജിലൊക്കെ വായിച്ചിട്ടുണ്ട്. കോളേജിൽ വായിച്ചിട്ടുണ്ട്. അത് ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അന്നൊക്കെ ഭയങ്കര പറയും വായിക്കും. എനിക്കന്ന് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെ സൗന്ദര്യമില്ല, അങ്ങനെയൊക്കെ കോംപ്ലക്സ് പ്രീഡിങ്ങിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയത് എൻ്റെ വീണയാണ്. ആരാധനമാരൊക്കെ വന്നപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് തന്നെ വന്നത്. അത് ഇൻസ്പിറേഷൻ കിട്ടി. രസമായിരുന്നു. എൻ്റെ കോളേജ് ലൈഫൊക്കെ ഭയങ്കര ബോറായിരുന്നു. കാരണം ഞാനിങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു അന്നൊക്കെ. അങ്ങനെ വായിക്കാൻ കലയാണ് എന്നെ ഞാനാക്കിയത്. അതൊരു വലിയൊരു കാര്യമാണ്. അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്.
അങ്ങനെ BSc ഒക്കെ ആയപ്പോഴത്തേക്കും 5 വർഷമായി. 5 വർഷം നല്ല പ്രാക്ടീസായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് തെക്കേത്തിലൊരു അമ്മൻ കോയിലുണ്ട്. അപ്പോൾ ആടി മാസത്തെ ചൊവ്വാഴ്ച വലിയ വിശേഷമാണ്, ഈ കർക്കിടകത്തിലെ ചൊവ്വ. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഒരു കച്ചേരികളുണ്ടാകും. അപ്പോൾ അന്ന് ഒരു ഇതിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം 1970. 1970 എൻ്റെ അരങ്ങേറ്റം. അത് കഴിഞ്ഞാൽ അന്ന് പൊരിച്ചു വായിച്ചു. അന്ന് 2 മണിക്കൂർ. 2 മണിക്കൂർ. വയലിൻ വിളഞ്ഞൻ ഘടം ഒക്കെ ഉണ്ടായിരുന്നു. TV രമണി ഞങ്ങളുടെ കൂടെ ആളുടെ ഇടയിലുണ്ട്, ഇപ്പില്ല, വിട്ടുപോയി. അദ്ദേഹം വയലിൻ, തിരുവനന്തപുരം സുരേന്ദ്രൻ ട്രിവാൻഡ്രത്തുണ്ട്, അദ്ദേഹം ഭാർഗവമണിയുടെ ശിഷ്യന. അങ്ങനെ മൃദംഗം TV വാസൻ ഘടം. അങ്ങനെ ആയിരുന്നു. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് എങ്ങനെയാണ് സാർ? അത് ഓൾ ഇന്ത്യ റേഡിയോയിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഓഡിഷൻ ടെസ്റ്റിന് കൊടുത്തു. ഞാൻ BSc പഠിക്കുമ്പോഴേ ഓഡിഷനായി. 3rd ഇയർ. ഡിഗ്രി കഴിഞ്ഞില്ല, 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഓഡിഷനായി. 16 വയസ്സ് കഴിഞ്ഞ് ഓഡിഷൻ കൊടുക്കാം. അപ്പോൾ പിന്നെ ഓഡിഷൻ കൊടുത്തപ്പോൾ എനിക്ക് ഓഡിഷൻ കിട്ടി. അപ്പോൾ റേഡിയോയിലൊക്കെ ഞാൻ ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് വരുമ്പോൾ അതിൻ്റെ വീണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇത് സ്മരിക്കാൻ പറ്റില്ല. അതെ ഓൾറെഡി രാവിലെ വീണ ഉണ്ടായിരുന്നു എന്നൊക്കെ കൂടെയുള്ളവരൊക്കെ പറയും. അത്രയ്ക്കും റേഡിയോയിൽ മഹത്വം ഉണ്ടായിരുന്ന കാലം. അപ്പം അങ്ങനെ ഓഡിഷൻ കഴിഞ്ഞു. അപ്പം ഓഡിഷൻ കഴിഞ്ഞ് ഈ എന്താ പറയുക, സ്റ്റഫ് മാത്രം നോക്കി, കാലിബർ മാത്രം നോക്കി കിട്ടുന്ന ഒരേ ഒരു ജോലി ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ്. ബാക്കി എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് അല്ലേ? സർട്ടിഫിക്കറ്റാണ് ബാക്കി എല്ലാവർക്കും. MSc സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, മര്യാദയ്ക്ക് വായിച്ചാൽ മതി, പാടിയാൽ മതി. ഇത് ഓഡിഷൻ ഗ്രേഡ് കിട്ടിയിട്ടാണ്. BA അങ്ങനെ ഗ്രേഡുകളുണ്ട്. അപ്പോൾ ഓഡിഷനിലായ ആർക്കും അപ്ലൈ ചെയ്യാം, അവിടെ പോയി ഭംഗിയായിട്ട് വായിക്കണം, അങ്ങനെ വളരെ എടുക്കും. അങ്ങനെ ഒരു ജോലിയാണത്. അതുകൊണ്ട് എനിക്കത് കിട്ടി. അതെ കിട്ടിയാലും ഓർഡർ വന്ന് ഭയങ്കര സന്തോഷമായി. അച്ഛന് ഒരുപാട് ഹാപ്പിയായി. അച്ഛൻ വിചാരിച്ചു പാട്ടും പാടി നടക്കുന്നു, ഞാൻ ഗതി പിടിക്കില്ല, അങ്ങനെ തോന്നി. അച്ഛനെ എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ ആഗ്രഹം. അതെ ആഗ്രഹം. പിന്നാണെങ്കിൽ വീണ വായിച്ച് നടക്കുന്നു, BSc മാത്രമേ ഉള്ളൂ, ഇതിന് എവിടെയെങ്കിലും കര പറ്റുമോ എന്നൊക്കെ അച്ഛനൊരു ടെൻഷനുണ്ടായിരുന്നു. അത് മാറി 75 അവരുടെ ഒരു ജോലി കിട്ടി. അച്ഛന് ഭയങ്കര ഹാപ്പിയായി. അവന് മ്യൂസിക് ഒരു കലാകാരനാണ് മകൻ എന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. അതെ അതെ. അങ്ങനെ ഒരു കലാകാരനായി മാറി. 1975 സെപ്റ്റംബർ 29 തൃശ്ശൂർ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പറിച്ച് നടപ്പെട്ടു. തൃശ്ശൂർക്കാരനായി. ഇപ്പം 45 വർഷമായി തൃശ്ശൂർ വന്നിട്ട്. 45 വർഷം. 45 വർഷം. സാർ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ആരുടെ സംഗീതമാണ്? എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. എസ് ബാലചന്ദ്രൻ്റെ വീണ, MS ഗോപാലകൃഷ്ണൻ്റെ വയലിൻ, എസ് കല്യാണരാമൻ സാറിൻ്റെ, അതുപോലെ ഒരുപാട് പേരുണ്ട്. ഇഷ്ടം എപ്പോഴും ആരുടെ സംഗീതം? അങ്ങനെ പറയാനില്ല, എല്ലാവരും ഓരോ നല്ല അംശങ്ങളുണ്ടാവില്ല, എല്ലാവരിലും ഓരോ അംശങ്ങളുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നല്ലത് അത് വളരെ നാരോ മൈൻഡാണ്. വി ഹാവ് ടു ബി ബ്രോഡ്. നല്ലത് എല്ലാവരിലും ഉണ്ടാവും, അത് നമ്മൾ എടുക്കുക. ഓരോരുത്തരുടെ ഓരോ അംശം ഉണ്ടാവും. അതെ ഓരോ അംശം. അതെ ഇപ്പോൾ ബാലമുരളീകൃഷ്ണൻ പാടുന്നത് എല്ലാം MD രാമനാഥൻ പാടുന്നത്. ഇപ്പോൾ ശേഷഗോപാലൻ സാർ പാടുന്ന പോലെയല്ല MD രാമനാഥൻ പാടുന്നത്. അത് ഭയങ്കര സ്ലോ ടെമ്പോയാണ്, പക്ഷെ അതിലും ചില സംഗതികളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഓരോന്നുണ്ട്. അതിൻ്റെ നല്ല അംശം എന്താണാവോ അത് നമുക്ക് എടുക്കാം. അങ്ങനെ ലൈറ്റ് മ്യൂസിക്കാണെങ്കിൽ മുഹമ്മദ് റഫി, ഒന്നും പറയാനില്ല. മുഹമ്മദ് റഫി കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ ക്ലാസ് ടൈമിലൊക്കെ ഡിസ്കഷനിലും അതുപോലെ എപ്പോഴും നമ്മൾ മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, സാർ എപ്പോഴും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവെ കർണാട്ടിക് പാടുന്ന ആൾക്കാർക്ക്, പണ്ടുള്ള ആൾക്കാരൊക്കെ മെയിനായിട്ടും അവർ കർണാട്ടിക് ആണെങ്കിൽ കർണാട്ടിക് മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. മറ്റുള്ള സംഗീതങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോട് ഉണ്ടാവാൻ എന്താണ് കാരണം?
കാരണം ഞാൻ ഹിന്ദുസ്ഥാനിയും കേൾക്കുമായിരുന്നു. വിവിധ ഭാരതി സംഗീത് സരിത എന്നൊരു പ്രോഗ്രാമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അറിയേയില്ല. വിവിധ ഭാരതി ചാനലുണ്ട് റേഡിയോയിൽ. ആ വിവിധ ഭാരതി ചാനലിൽ 65, 66 കാലങ്ങളിൽ ഞാൻ 10th പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത് രാവിലെ 7 മുതൽ 8 വരെ ഉണ്ട്. അതിൽ ഓരോ ദിവസം ഓരോ രാഗം, അതിൽ ഫിലിം സോങ്സ് വയ്ക്കും, ഓരോരുത്തർ പാടിയത് വയ്ക്കും. അപ്പോൾ ഭയങ്കര സുഖം തോന്നും നമുക്ക്. അതെ, ഈ സ്റ്റൈലിലെ ഒരു സുഖമുണ്ടല്ലോ എന്ന് തോന്നുകയും അപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കർണാടക ഹിന്ദുസ്ഥാനി എന്താണ് വ്യത്യാസം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ വെറുതെ കേട്ട് വിടുകയില്ല, എക്സ്പ്ലോർ ചെയ്യുക. വളരെ ഡിഫറൻസ്. അതെ അങ്ങനെ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ഇപ്പോൾ ഡോക്ടറേറ്റൊക്കെ എടുക്കുന്നില്ല, അതുപോലെയല്ല നമ്മൾ ഇത് ഡോക്ടറേറ്റൊന്നും വേണ്ട, നമ്മളിത് അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. ചുമ്മാ പേപ്പറിൽ എഴുതി പിടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അത് എന്താണ് അതിൻ്റെ ഡിഫറൻസ്, അതിനകത്ത് ഉള്ള സത്ത എന്താണ്, കർണാടക എന്താണ്, ഹിന്ദുസ്ഥാനി രണ്ട് വ്യത്യാസം എന്താണ്. ഇപ്പോൾ കല്യാണിയാണ് യമൻ. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യമൻ ആൻഡ് കല്യാണി. കല്യാണി പാടുമ്പോൾ അതിൻ്റെ പിടുത്തങ്ങളും ഗമനങ്ങളും എങ്ങനെയാണ്, യമൻ്റെ ഗമനങ്ങൾ എങ്ങനെയാണ്, അത് നമ്മൾ സ്വയം അത് നമ്മൾ സ്വയം ചിന്തിച്ച് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നുകയും അങ്ങനെ ഹിന്ദുസ്ഥാനി ഇല്ല. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ട് രാഗങ്ങൾ മനസ്സിലാക്കി. അതെ. അഫ്കോഴ്സ് നമ്മൾ ഒരുപാട് രാഗങ്ങൾ ഹിന്ദുസ്ഥാനി നമ്മൾ കടമടുത്ത് ഭാഗ്യേശ്വരി, ബിഹാഗ്, ഈവൻ സിന്ധു ഭൈരവി, അങ്ങനെയുള്ള ഒരുപാട് രാഗങ്ങൾ ഹിന്ദുസ്ഥാനിൽ നിന്ന് എടുത്തപ്പോൾ ഹിന്ദുസ്ഥാനി ശൈലിയിൽ തന്നെ അത് വായിക്കണം, എന്നാലേ ആ സുഖം ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ കർണാടകയിൽ വെച്ചാൽ അതിൻ്റെ സുഖം പോകും. ഇപ്പോൾ ഭാഗ്യേശ്വരി കർണാടകയിൽ വെച്ചാൽ ശ്രീരഞ്ജനി ആയിപ്പോവും. രണ്ടും ഒരേ സ്വരങ്ങളാണ്. പക്ഷേ അതാണ് സ്വരങ്ങൾക്ക് അപ്പുറമാണ് സംഗീതം. സ്വരമല്ല സംഗീതം ശരിക്കും, സ്വരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നതാണ് സംഗീതം. അതുകൊണ്ടാണ് യമനും കല്യാണിയും ഒരേ സ്വരങ്ങളാണ്. ഇങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിൻ്റെ പിടുത്തങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അപ്പം അതൊക്കെ സ്വയം മനസ്സിലാക്കി എടുത്തു. സാറിൻ്റെ ഓൾ ഇന്ത്യ റേഡിയോയിൽ 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരെ അടുത്തറിയാനും അവരായിട്ട് സൗഹൃദം പങ്കിടാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ ആരെയാണ് കൂടുതൽ ഓർമ്മ വരുന്നത്? ആകാശവാണിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് മങ്ങാട് നടേശൻ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഞാൻ വന്നതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട്. പിന്നെ സി രാജേന്ദ്രൻ, തിരുവയ്യാച്ചകാനന്ദൻ, ടി വി രമണി, പരമേശ്വരൻ നമ്പൂരി, അങ്ങനെയുള്ള പുരുഷോത്തമ ശർമ്മ, അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് നമ്മുടെ അവൻ്റെ ഇടയിലുണ്ട്. പിന്നെ അക്കിത്തം ഉണ്ടായിരുന്നു, കവി അക്കിത്തം. ഇപ്പം ദിവംഗതനായ അവാർഡൊക്കെ അതെ അക്കിത്തം അച്യുതൻ നമ്പൂരി, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ പത്മരാജൻ ഇവിടെ ഉണ്ടായിരുന്നു. പത്മരാജൻ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം പത്മരാജൻ അവരുടെ റേഡിയോയിലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയി. അനൗൺസറായിരുന്നു പത്മരാജൻ. അതെ, അറിയാം. പിന്നെ രമേശൻ നായർ, കവി എസ് രമേശൻ, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പോയി. കൊടുത്തിട്ടുണ്ട്. താമസിച്ച് ചെയ്യുന്ന ഓണത്തിനൊക്കെ സംഗീത ശില്പം അദ്ദേഹം എഴുതിച്ചതും ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതെ എല്ലാ ഓണത്തിനും വിഷുവിനൊക്കെ സംഗീത ശില്പങ്ങൾ, മ്യൂസിക്കൽ ഫീച്ചർ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് പാക്കിത്തൻ്റെ ചെയ്തിട്ടുണ്ട്, രമേശൻ നായർ ചെയ്തിട്ടുണ്ട്. അധികം ചെയ്തിട്ടുള്ള MDR പിന്നെ സി രാജേന്ദ്രൻ വയലിനിസ്റ്റ്, അദ്ദേഹം നന്നായിട്ട് എഴുതും, ഒരു നല്ലൊരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രഗത്ഭരൊക്കെ ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് പാടാൻ വരും. ഇപ്പോൾ ചെമ്പൂർ ശ്രീനിവാസയ്യർ, ചെമ്പ് ആദ്യമേ തൃശ്ശൂർ സ്റ്റേഷൻ്റെ ഇനോഗ്രേഷൻ അദ്ദേഹത്തിൻ്റെ കച്ചേരിയാണ്. അതെ, 73-ലാണ് തൃശ്ശൂർ സ്റ്റേഷൻ തുടങ്ങിയത്. അതെ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ പലരും MS ഗോപാലകൃഷ്ണൻ, രാജഗുരു ജയറാമൻ, അങ്ങനെ പാലക്കാട് രഘു, പാലക്കാട് മണിയർ വരെ ഒന്ന് വായിച്ചിരുന്നു. അപ്പോൾ അവരെയൊക്കെ അതെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരും അടുത്തറിയാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അത് ഒരു ഭയങ്കര അനുഭൂതിയാണ്. അത് ആകാശവാണി വേറെ ഓഫീസിൽ മറ്റാണെങ്കിൽ നമുക്കിതൊന്നും പറ്റില്ലല്ലോ. ക്ലാർക്കായിട്ട് വേറെ ഓഫീസിലിരിക്കുകയാണെങ്കിൽ
അതെ, ആകാശവാണി കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ ഒരുപാട് ലളിത സംഗീതങ്ങൾക്ക് സാറ് സംഗീതം കൊടുത്തിട്ടുണ്ടാവും. എത്ര ലളിത സംഗീതങ്ങൾക്ക്? ഞാൻ 500-ന് മുകളിൽ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓണത്തിനൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായി, ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം. ഓണത്തിന് റീജിയണൽ തിയേറ്ററിൽ തൃശ്ശൂർ എനിക്ക് പാക്ഡ് ഹൗസായിരിക്കും. അന്ന് ഡോറിലൊക്കെ ആൾക്കാർ നിന്ന് കേൾക്കുന്ന ഒരു സുവർണ്ണ കാലം. അതെ, ഒരു സങ്കല്പത്തിൽ വെറുതെ വീണ് മയങ്ങിയൊരു പാട്ടുണ്ട്, രാജേന്ദ്രൻ എഴുതിയ. അത് രാധിക തിരക്ക് നമ്മുടെ കൂടെ ഇല്ല, ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ കുട്ടി പാടി ഇൻ്റർ വാർഷിറ്റിയിൽ ഫസ്റ്റ് കിട്ടി. ഭോപ്പാലിൽ വെച്ചിട്ടുണ്ട് ഇൻ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഓൾ ഇന്ത്യ ഫസ്റ്റായിട്ട് വന്നു. അതിന് വേറൊരു പാട്ടും ചേർന്ന് യാമന സംഗീതം കേട്ടുണരാൻ, അതും ഫസ്റ്റ് വന്ന പാട്ടാണ്. രാധിക തിരക്കനെ പാടിയത്. അപ്പം അങ്ങനെ അതെ അതെ അതെ. KB സുജാതാണ് സിംഗറുണ്ട്, അവരെ കൊണ്ട് ഒരുപാട് പാട്ട് പാടി, നന്നായിട്ട് പാടിയത്. പക്ഷെ ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്, പേര് വന്നില്ല. നന്നായിട്ട് ചിത്രയെ പോലെയൊക്കെ വരേണ്ട ഒരു കുട്ടിയാണ് സുജാത. ആ കുട്ടി കുറേ പാട്ട് പാടിയിട്ടുണ്ട്. ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് ആകാശവാണി ഗാനങ്ങൾ. ആകാശവാണി പാടിയിട്ടുണ്ട്, അല്ലാതെയും ആൽബം ഇതൊക്കെ പാടിയിട്ടുണ്ട് നമ്മുടെ പാട്ടുകൾ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ ആകാശവാണിയിൽ കിട്ടിയിട്ടുണ്ട്. 1992-ലും 93-ലും 95-ലും സാർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചല്ലോ ആകാശവാണിയിൽ നിന്ന്. അത് ഏതൊക്കെ സംഗീത ശില്പങ്ങൾക്കാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത്? അത് ഒന്ന് ശ്രുതിമാതാ ലയപ്പിഴ എന്നുള്ളത് വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഫീച്ചർ. അതെ, CP രാജേശ്വരൻ എഴുതി, ഞാൻ ട്യൂൺ ചെയ്ത് അധികം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി മ്യൂസിക് ചെയ്ത്. അതിന് ബാലമുരേഷനായിരുന്നു ജഡ്ജ്. ബാലമുരേഷൻ ജഡ്ജായിട്ടുള്ള ഒരു പാനലാണ് ഫസ്റ്റ് ആണ്. സ്പെഷ്യലായിട്ട് ലെറ്റർ വരെ അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് കിട്ടി. പിന്നെ അമ്മേ ഭാരതമേ എന്നായിട്ട് മുല്ലനേഴി കവി മുല്ലനേഴി എഴുതിയ അതിന് കിട്ടി ഒരു കൊല്ലം. അത് സംഗീതശില്പം അമ്മേ ഭാരതമേ ഒരു ദേശഭക്തി തീമാണ്. ഇങ്ങനെ 3 പ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രമല്ല, എല്ലാ റേഡിയോ സ്റ്റേഷൻസിൽ നിന്നും എൻട്രീസ് വരെ ഉണ്ടാകും. അതിൽ ഫസ്റ്റായിട്ട് അതെ. ഒരു വീണ ആർട്ടിസ്റ്റിന്റെ കഥ പറയണ ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ സാറിന്റെ അശ്വത്ഥമാവ് എന്ന സിനിമയിലൂടെയാണല്ലോ സാറ് ഫിലിം മ്യൂസിക്കിലേക്ക് വരുന്നത്, സംഗീത സംവിധാനത്തിലേക്ക്. അപ്പൊ ആ ഒരു ഓർമ്മകളെ ഒന്ന് പങ്കുവയ്ക്കാം. അത് 78-ലായിരുന്നു, 1978-ലായിരുന്നു അശ്വത്ഥമാ ഫിലിം. അപ്പോൾ KR മോഹനായിരുന്നു എൻ്റെ ഡയറക്ടർ, മാടമ്പിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ ഒരു വീണാക്ഷൻ കഥയാണ്. ഇട്ടിച്ചി എന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു വീണ വായിക്കും. അപ്പോൾ എന്തുകൊണ്ടോ എന്നെ വിളിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഉണ്ട്, എന്നെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി. സിനിമയിൽ ഇങ്ങനെ സ്ക്രീനിൻ്റെ പേര് കാണാൻ സംഗീതം എൻ്റെ പത്മനാഭനെ കാണാൻ, അതെ, അങ്ങനെ അച്ഛനെ അത് കാണാൻ പറ്റി. അങ്ങനെ ആദ്യത്തെ ആ പടം ഇത് പാട്ടുകളായിട്ടുള്ള ആർട്ട് ഫിലിമാണ്. അന്നൊരു ആർട്ട് ഫിലിം ഒരു ഇതുണ്ടായിരുന്നു, ട്രെൻഡ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ളതായിരുന്നു. അപ്പം പാട്ടില്ല, കംപ്ലീറ്റ് വീണയാണ്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, റീ റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ, പാട്ടുകളിലാണ്. അതെ, കംപ്ലീറ്റ് വീണയാണ് അത്. അപ്പോൾ കുറേ വീണ ഞാൻ വായിച്ചിട്ടുണ്ട്. മദ്രാസ് വെച്ചാണ് റെക്കോർഡിങ്, മദ്രാസിൽ. അതെ, ഞാനും പാർത്ഥസാരഥി മറ്റേ ഇതിലൊക്കെ വായിച്ചിട്ടുള്ള പാർത്ഥസാരഥി മറ്റേ ഗോപിക്ക് അതിൽ വീണ വായിച്ചിട്ട് ഞാൻ പാർത്ഥസാരഥി. അപ്പോൾ അങ്ങനെ അന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഞങ്ങൾ പരസ്പരം ഭയങ്കര സോ ക്ലോസ്, ഭയങ്കര. അപ്പം ഞാൻ അദ്ദേഹം കൂടെ ചേർന്ന് ഇത് വീണ വായിച്ചിരുന്നു. പിന്നെ 80-ൽ അപർണ എന്നൊരു ഫിലിം, അതിൽ ചിത്ര പാടിയിട്ടുണ്ട്. ചിത്ര കവിതയാണ്. ചിത്ര അന്ന് MA പഠിക്കുകയാണ്, അന്ന് ചിത്ര ഒന്നും ആയിട്ടില്ല. അതെ, ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് റെക്കോർഡ് ചെയ്തു കവിത. പിന്നെ ബാലഗോപാലൻ തമ്പി നരസിംഹനുണ്ടായിരുന്നു, ഓർമ്മയില്ല ഇപ്പം എനിക്ക്. 80-ൽ ചെയ്ത. അത് കഴിഞ്ഞിട്ടാണ് ചിത്ര ഗായികയായിട്ട് വരുന്നത്. അതെ അതെ, ചിത്ര കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് കൊണ്ടുവന്നത് ചിത്ര, ഗോമതി ചേച്ചി. അവരുടെ അതിനെ വായിക്കും. അവരെൻ്റെ ഇതുപോലെയാണ്, ഗൈഡാണ്. ഒരുപാട് ഇവരുടെ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
അച്ഛനും ചേച്ചി. സാറും മാത്രമാണല്ലോ ഓൾ ഇന്ത്യ റേഡിയോന്റെ ടോപ്പ് ഗ്രേഡ്. അതെ 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 ചേച്ചിട്ട് വന്നിട്ട് അല്ല ആദ്യം എനിക്ക് നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കേരളത്തിൽ ആകെ 2 പേര്, ഒരു കുടുംബത്തിൽ തന്നെ 2 പേര്. സാർ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നപ്പോൾ തണ്ടർ ബേർഡ്സ് എന്ന് പറഞ്ഞ ഓർക്കസ്ട്രയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് സുശീലാമ്മയ്ക്ക് വേണ്ടിയിട്ടും ജാനകിയമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വീണ വായിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അനുഭവം ഒന്ന് ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ട്രിവാൻഡ്രത്ത് സുശീല, ജാനകി ഇവരൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഓർക്കസ്ട്രയാണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ, കുറച്ചപ്പോൾ രവീന്ദ്രൻ പറയും, പുള്ളി പാടാൻ വരുമായിരുന്നു. ഒരു പാട്ടുകാരനായിട്ട് അതെ അതെ എനിക്ക് നല്ല സൗഹൃദമായിരുന്നു. പുള്ളി പാടും. ഓർക്കസ്ട്രയിൽ അങ്ങനെ കുറേ പ്രോഗ്രാംസ് നടത്തിയിരുന്നു. ആകാശവാണി വരുന്നതിന് വരെ 75 വരെ. അയ്യോ വളരെ നല്ല നല്ല ജോളിയാണ് പുള്ളി. നന്നായിട്ട് പാടും. പിന്നെയാണ് പുള്ളി മദ്രാസിൽ പോയി. ഒരുപാട് വർഷത്തെ ഒരു സൗഹൃദം ഉണ്ട്. പുള്ളി ഉള്ളപ്പോഴൊക്കെ ദുശ്ശൂരൊക്കെ വരുമ്പോൾ വിളിക്കും. അതെ അതെ അതെ. ഇപ്പൊ ഈ ഒരു സമയത്ത് അധികം എല്ലാവരും പറയുന്ന ഒരു കൺസെപ്റ്റാണ് പുതിയ സംഗീതം പഴയ സംഗീതം എന്ന്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അതിനെ പറ്റി സാർക്ക് എന്താ പറയാനുള്ളത്? സംഗീതം പഴയ സംഗീതം ഇല്ലല്ലോ. സൂര്യനെ പോലെയാണ്. സൂര്യൻ ഇന്നലത്തെ സൂര്യൻ, ഞാനത്തെ സൂര്യൻ, ആളത്തെ സൂര്യൻ, അങ്ങനെ സൂര്യനെന്നും മതിക്കും. അപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് പോയതുകൊണ്ട് കാലഘട്ടം മാറുന്നതിന്റെ ഒരു വ്യത്യാസം. സംഗീതം, നല്ല സംഗീതം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അതെ. അല്ല, പൊതുവെ എല്ലാവരും പുതിയ സംഗീതം എന്ന് പറഞ്ഞാൽ അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു ഇപ്പോഴത്തെ കാലഘട്ടം ഡിമാൻഡ് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. ഇതിലും നല്ല സംഗീതം വരുന്നുണ്ടല്ലോ അല്ലേ? അപൂർവം നല്ലത് ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. ഓക്കെ. സാർക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാം. അതിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആരാണ്? എല്ലാവരും ഓർമ്മയില്ല. നന്നായിട്ട് വായിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും. മണിപ്പാലിൽ നിന്ന് കുട്ടി അവരിവിടെ വന്ന് രാഗേശ്രീയിൽ വന്നിട്ട് അതെ അതെ മണിപ്പാലിൽ നിന്ന് തൃശ്ശൂർ രാഗേശ്രീ വന്ന് പഠിച്ചിരുന്നു. 18 കൊല്ലം പഠിച്ചു. 18 വർഷം. അതെ. ഷീസ് ടോട്ടലി ബ്ലൈൻഡ്. ഇപ്പോഴും അത് എങ്ങനെ അഡ്ജസ്റ്റാണ്. A ഗ്രേഡ് കിട്ടി, ബി കിട്ടി, ബി ഹൈ കിട്ടി, പിന്നെ A ഗ്രേഡ് കിട്ടി. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇത്ര ദൂരത്തൊക്കെ പോയി പഠിക്കണ്ടേ. അപ്പൊ എനിക്ക് തന്നെ ആദ്യം ഒരു ഫീലിംഗ് തോന്നിയിരുന്നത് പാലക്കാട് നിന്ന് തൃശ്ശൂർ വരിക എന്ന് പറഞ്ഞ വലിയൊരു ഡിസ്റ്റൻസ് ആയിട്ടാണ് തോന്നിയിരുന്നത്. പിന്നെ സാറിന്റെ അടുത്ത് വന്നതിന്റെ ശേഷമാണ് അതൊന്നും ഒരു ദൂരമല്ല, അത് എനിക്ക് പറയാൻ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. ഉടുപ്പിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വന്ന് അവിടെ താമസിച്ച് പ്രഷ്യസ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ലേൺ ചെയ്യണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യണം. അതൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. മറ്റേ നമുക്ക് ചെറിയൊരു ദൂരത്തിൽ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക, ഇത്ര ദൂരമൊക്കെ പോയിട്ട് പഠിക്കേണ്ട കാര്യം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരു ദൂരം. അപ്പൊ എന്റെ മനസ്സിലും അങ്ങനെ ഒരു ഇതായിരുന്നു. തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരുപാട് ദൂരെയാണ് പട്ടാമ്പി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ബുദ്ധിമുട്ടായ കാര്യങ്ങൾ നടക്കുമല്ലോ. നല്ല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ എപ്പോഴും നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, സാർ 20 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഈ കൊറോണ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ കണ്ടിന്യൂസ് ആയിട്ട് 20 ഇയേഴ്സ് സാറ് ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിൽ അവിടെ ശിവാനന്ദ ആശ്രമത്തിൽ കച്ചേരി അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് സാർ പറയണത് കേട്ടിട്ട് അവിടെ വരണം, ആ കച്ചേരി കേൾക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. അവിടെ ഒരുപാട് ഫോറിനേഴ്സിൻ്റെ ഇടയ്ക്കാണ് ആ കച്ചേരി ഉണ്ടാവാറ്. അവിടുത്തെ ആ ഒരു ആംബിയൻസും ഒക്കെ സാറ് പറഞ്ഞു കേട്ടിട്ട് എപ്പോഴും എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ വരണം, കച്ചേരി കേൾക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു 20 ഇയേഴ്സായിട്ട് ചെയ്തു വരുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഫോറിനേഴ്സിൻ്റെ മുന്നിൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആദ്യമായിട്ട് വായിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഒരു എല്ലാ കൊല്ലവും ക്ഷണിക്കും. ഡിസംബറിലാണ് വരിക. ഒരു കോഴ്സുണ്ട്, യോഗ കോഴ്സ് പഠിക്കാനായിട്ട്. എല്ലാവരും എൻജോയ് ചെയ്യും അല്ലേ? മ്യൂസിഷ്യൻസ് ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. നല്ലൊരു അനുഭവമാണ്. ഇത്രയും കൊല്ലമായിട്ട് അത് ഈവനിങ്ങിലാണ് ഉണ്ടാവുക കച്ചേരി അല്ലേ? 8 മണിക്ക് ഒരു ഭജൻസ് ഉണ്ട്. ഭജൻസ് കഴിഞ്ഞിട്ട് 8 to 9:30. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്കത് കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഈ കൊറോണ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ എനിക്ക്. അതെ, പോണം. യുനെസ്കോന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പാരീസിലേക്ക് സാറിന് ഒരു ക്ഷണം ലഭിക്കുകയുണ്ടായല്ലോ കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രൗഡ് മൊമെന്റ് ഓർക്കുമ്പോൾ എന്താ ഇപ്പോൾ തോന്നുന്നത്? ഞങ്ങളുടെ സുഹൃത്ത് പ്രസാദുണ്ട്, പുള്ളിയാണ് ക്ഷണിച്ചത്. അപ്പോൾ അത് 1996
സൃഷ്ടിക്കാനും ഒരു അനുഭവം. ഞാനും എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു പാരീസിൽ? 2 ആഴ്ച. 2 ആഴ്ച. പാരീസും പിന്നെ മറ്റു സിറ്റികളിലൊക്കെ അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടു അല്ലേ? എല്ലാം ഇറങ്ങി 2 ആഴ്ച ഉണ്ടായിരുന്നു. നല്ല അനുഭവമായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് രാജേന്ദ്രൻ പുതിയ ബൃഹനെ അറിയിട്ടൊക്കെ കൂടെ പോകും. അപ്പോൾ അവരുടെ ഓഫീസിൽ കൂടെ നമുക്ക് വീണ വായിക്കാൻ പറ്റി. പിന്നെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അവിടുത്തെ മ്യൂസിക് സ്കൂൾസിലൊക്കെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്താനും ഒക്കെ അവസരം കിട്ടി. ഇതൊരു ഗുഡ് എക്സ്പീരിയൻസ്. പിക്ചറിഷ്. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് സാർ നല്ല ആത്മബന്ധമായിരുന്നു സാർ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അനുഭവം ഗിരീഷ് പുത്തനെ പരിചയപ്പെടുന്നത് 2004 സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജൂറിയിൽ ഞാനുണ്ടായിരുന്നു. 2004 എന്നാൽ അവാർഡ് ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്ന് പറയാറ് ഞാൻ വീണയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പരസ്പരം ഞങ്ങൾ ആരാധകരാണ് ഇങ്ങോട്ട്. പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് നടന്നില്ല. എനിക്ക് ആ ഒരു പടം കൂടെ കിട്ടിയത്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ വടക്കനാകുന്ന ഫിലിമിൽ പുള്ളി പറഞ്ഞ് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം വിചാരിച്ച് വെറുതെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഉടനെ തന്നെ കോൾ വന്നു. സുനാമിയുടെ അന്നായിരുന്നു. സുനാമി അന്നല്ലോ 2004 ഡിസംബർ 25. ആ സുനാമിയുടെ അന്നാണ് ഈ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് കാഞ്ഞങ്ങാട് വെച്ചിട്ട്. ഫോൺ വന്നു. ഞാൻ പോയി. അങ്ങനെയാണ് ഒരു വിചാരിക്കാതെ കിട്ടിയ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു മോഹൻലാലുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ പറ്റി. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യം, അതായത് വടക്കുന്നാഥൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു അനുഭവം നമ്പീശനായിട്ട്. കീഴ്പള്ളി നാരായണൻ നമ്പീശൻ ഒരു ക്യാരക്ടറായിരുന്നു. 3-4 സീനും ഉണ്ടായിരുന്നെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിരുന്നു. അതിന് പറ്റിയ വേറൊരാളെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ആപ്റ്റായിരുന്നു ആ ഒരു കാസ്റ്റിംഗ്. പലരും പറഞ്ഞു. അപ്പോൾ നല്ലൊരു സൗഹൃദമായിരുന്നു. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യൻ, വളരെ നല്ല പെരുമാറ്റം ആയിരുന്നു. അതാണ് സെറ്റിലാണെങ്കിലും പോകുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടേ പോവുള്ളൂ. അത്രയൊക്കെ ഒട്ടും ജാടയില്ലാത്ത. അതെ അതെ അതെ. ഒരു പക്ഷേ ഗിരീഷ് പുത്തഞ്ചേരി എന്നെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇൻട്രൊഡക്ഷൻ അങ്ങനെയായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയാണ് പരിചയപ്പെടുത്തിയത്. ഒരു പക്ഷേ അതിന് ശേഷം പല സ്ഥലങ്ങളിലും 2-3 സ്ഥലങ്ങളിൽ വെച്ച് അതെ അതെ നോക്കി. പിന്നെ 2-3 പ്രാവശ്യം അങ്ങനെ മീറ്റ് ചെയ്തു. അപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതായി. ഞാൻ മറന്നതാണെന്ന് വിചാരിച്ചു. എന്നാലും എപ്പോൾ കണ്ടാലും ശരിക്കും സംസാരിക്കും. നല്ല വളരെ നല്ല അതെ അതെ അതെ. ഊർമിളാണെങ്കിൽ നമ്മുടെ ആരാധികയാണ് എന്ന് പറയണം. അവരുടെ കവിതകൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഊർമിളയുടെ എൻ്റെ ശിഷ്യയും കൂടെയാണ് വീണ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ നല്ല സൗഹൃദങ്ങൾ ഉണ്ട്. അതെ അതെ. അപ്പോൾ തുഷാര സിഗ്നേച്ചറിൻ്റെ ആർട്ട് സെഗ്മെൻറ്റിലെ ഫസ്റ്റ് എപ്പിസോഡാണ്. അതിൽ അതിഥിയായിട്ടാണ് സാറ് വന്നത്. അപ്പോൾ എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ഒരു ഡ്രീം പോലെ തോന്നുന്നുണ്ട്. സാറിപ്പോൾ ഒരാൾ, എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ അത്ര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ചാനലൊന്നുമല്ല, തുടക്കം ആണ്. അപ്പോൾ ആ ഒരു അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് എങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഞാൻ അത്രയും ഹാപ്പിയാണ്, അത്രയും താങ്ക്ഫുൾ ആണ് സാറിൻ്റെ അടുത്ത്. അതാണ്, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മളൊരു തോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട ഇടയിലോ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തോ ഒരു ദൈവനിശ്ചയം പോലെ അങ്ങനെ വന്നു. എന്തായാലും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്ത തുഷാര സിഗ്നേച്ചറിൻ്റെ ഒരു സ്നേഹോപഹാരം സാറിന് കൊടുക്കണേ. താങ്ക് യു സോ മച്ച്. നമ്മൾ 2 എപ്പിസോഡിൽ സാറിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു. അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലെ മറ്റൊരു അതിഥിയായിട്ട് കാണുമായിരിക്കും. ദിസ് ഇസ് തുഷാര, സൈനിങ് ഓഫ് ഫ്രം തുഷാര സിഗ്നേച്ചർ. ബൈ. കലോപാസനയ്ക്കും കലാജീവിതത്തിനും വിരാമമില്ലെന്നല്ലേ? ഇതുവരെയുള്ള കലാജീവിതം സാർത്ഥകമായ പോലെ ഇനിയുള്ള കാലവും ധന്യമാവട്ടെ. വിരലുകളിലെ വിസ്മയങ്ങൾക്കായി ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു.
മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാലിന്റെ വടക്കുനാഥൻ എന്ന സിനിമയിൽ ശ്രീ മോഹൻലാലിന്റെ ഗുരുനാഥനായി നമ്പീശൻ എന്ന കഥാപാത്രത്തെ അനുസരിച്ചു. ഈ ഒരു ഷൂട്ട് നമ്മൾ ഏകദേശം 2 വർഷത്തോളം പ്ലാൻ ചെയ്തു.